ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. ലോക സദ്ഗുരുവായ ശ്രീ നാരദ മഹർഷിക്കും അദ്വൈതാചാര്യനായ ശങ്കരാചാര്യ സ്വാമികൾക്കും ഭഗവാൻ തൻ്റെ വിശ്വരൂപ ദർശനം നൽകിയതിന് ശേഷം ഭഗവാന്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ചതാണ് ഈ പാർത്ഥസാരഥി വിഗ്രഹം എന്നതാണ് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം. ക്ഷേത്രം തന്നെ വളരെ കൗതുകമുണർത്തുന്ന രീതിയിലാണ്. കാരണം വലിയൊരു രഥത്തിൻ്റെ ആകൃതിയിലാണ് ആ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. പുറകിലായിട്ട് വലിയ 2 രഥചക്രങ്ങളും മുന്നിലായിട്ട് ഭഗവാന്റെ 4 കുതിരകളെയും കാണാൻ സാധിക്കും. ഇതിൻ്റെ മധ്യത്തിലായിട്ട് പാർത്ഥസാരഥിയായി ഭഗവാൻ മിന്നിത്തിളങ്ങുന്നു. ക്ഷേത്രം പ്രദക്ഷിണം ചെയ്തു വരുന്ന സമയത്ത് വിഘ്നേശ്വര ഭഗവാനെയും ഗാണ്ഡീവധാരിയായ അർജുനനെയും പാർത്ഥസാരഥി വേഷത്തിൽ ഭഗവാന്റെയും 2 ശില്പങ്ങൾ വളരെ മനോഹരമായിട്ട് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടതിൽ വെച്ചത് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്വൈതാചാര്യനായ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾക്ക് പ്രത്യേക ഒരു സ്ഥാനം അവിടെ കൊടുത്തിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിലൊക്കെ പോയാൽ അവിടെ ശങ്കരാചാര്യർ സ്വാമികൾക്ക് കൊടുത്തിട്ടുള്ള ഒരു പ്രാധാന്യം പോലും നമ്മുടെ കേരളത്തിൽ കൊടുത്തിട്ടില്ല എന്നൊരു വിഷമം എപ്പോഴും ഉള്ളിലുണ്ട്. ആചാര്യ സ്വാമികളെ നമസ്കരിച്ച് കുറച്ചുകൂടി മുന്നിലേക്ക് വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ അതേ ആകൃതിയിൽ തന്നെ ഒരു ചെറിയൊരു മാതൃകയിൽ രഥവും ഭഗവാനെയും അർജുനനെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നവഗ്രഹങ്ങൾക്ക് പ്രത്യേക ഒരു സ്ഥാനവും കൊടുത്തിട്ടുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് ചാട്ട സമർപ്പണമാണ്. നമ്മൾ റിസീപ്റ്റ് എടുക്കുന്ന സമയത്ത് ഒരു ചാട്ടയും ഒരു മഞ്ഞപ്പട്ടും കൂടി നമുക്ക് തരുന്നു. അപ്പോൾ ഇത് ശ്രീകോവിലിൽ ഇങ്ങനെ സമർപ്പിക്കുമ്പോൾ ചാട്ട ഭഗവാൻ എടുക്കുകയും ആ മഞ്ഞപ്പട്ട് നമുക്ക് തിരികെ തരികയും ചെയ്യുന്നു. ഈ മഞ്ഞപ്പട്ട് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കണമെന്നാണ് അവർ പറയുന്നത്. അതിനൊരു കാരണം കലിയുഗത്തിൽ പരസ്പരം കലഹിച്ചും പോരടിച്ചുമൊക്കെ നടക്കുന്ന ആൾക്കാരെ അനുനയിപ്പിക്കാൻ ഈ മഞ്ഞപ്പട്ട് നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് സാധിക്കുമെന്നാണ്. അതായത് നമ്മുടെ വീട്ടിൽ കലഹവും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം. പിന്നെ നവഗ്രഹങ്ങൾക്ക് പ്രത്യേക ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട്. പ്രത്യേക പ്രാർത്ഥനാ ഹാളുണ്ട് അവിടെ. അകത്തേക്കൊന്നും മൊബൈൽ അലൗഡ് അല്ലാത്തതുകൊണ്ട് ശ്രീകോവിലിൻ്റെ ഒന്നും ഫോട്ടോ എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇനി ഗുരുവായൂർ അമ്പലം സന്ദർശിക്കുന്ന സമയത്ത് ദയവായി പാർത്ഥസാരഥിയായി ഈ ഭഗവാനെയും കണ്ട് അനുഗ്രഹം വാങ്ങാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഹരേ കൃഷ്ണ.